ഓം ഗംഗണപതയെ നമ. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ റീഡിംഗ് വിത്ത് ശിവ എന്ന എൻ്റെ ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഞാനൊരു ശനിയാഴ്ച ദിവസമാണ്. അപ്പം ശനിയാഴ്ച ദിവസം എന്ത് വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ എന്താണ് അവതരിപ്പിക്കേണ്ടതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ശനിയെക്കുറിച്ച് തന്നെ അയക്കളയാമെന്ന് ഓർത്തു. ശനിയെപ്പറ്റി നമുക്കറിയാം, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ദുരിതങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ് ശനിദശ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ശനിദശ ശനിയാണ് നമ്മളെ ഇതാക്കുന്നത്, നമ്മുടെ ദുരിതങ്ങൾക്ക് കാരണം, അല്ലെങ്കിൽ ശനിയുടെ നോട്ടമാണ്, അല്ലെങ്കിൽ ശനി ദോഷമാണ്, ഒക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താണ് ശനി, അല്ലെങ്കിൽ ഈ ശനി നമ്മളെ എങ്ങനെയൊക്കെ ബാധിക്കും എന്ന് ഒരു ചെറിയൊരു വിവരണമാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ശനി സാധാരണ സപ്തഗ്രഹങ്ങളെ വെച്ച് തന്നെ നവഗ്രഹങ്ങളിൽ സപ്തഗ്രഹങ്ങളാണ് നമ്മൾ പ്രധാനമായും കണക്കാക്കുന്നത്. അതുകൂടാതെ നമ്മൾ രാഹു കേതു ഇതിനെ കൂടി നമ്മൾ കണക്കാക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ. അപ്പോൾ ഇതിൽ ശനിയുടെ സ്ഥാനം എന്താണെന്ന് വെച്ചാൽ ശനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെയാണ് ഈ ജ്യോതിഷത്തിലുള്ളത്. അപ്പം അതിൽ ശനി എന്തൊക്കെ നമുക്ക് ദോഷകരമായിട്ടും അല്ലാതെയും എന്താണ് ശനി നമുക്ക് തരുന്നതെന്ന് നോക്കാം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ ജാതകത്തിൽ ജനിച്ച സമയത്തെ ഗ്രഹനിലയിൽ ശനി എവിടെ നിൽക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് അയാളുടെ ശനിദശ ഫലങ്ങളും, അല്ലെങ്കിൽ ഈ ശനി എന്ന് പറയുന്നത്, അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ശനി എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഏഴര ശനിയായിട്ടും കണ്ടക ശനിയായിട്ടും ശനിദശയായിട്ടും അല്ലെങ്കിൽ അന്തർദശ അപഹാരങ്ങളായിട്ടും മാറി മാറി വരുന്ന ഒരു അവസ്ഥയുള്ളൊരു ഗ്രഹം ശനിയാണ്. ഏറ്റവും കൂടുതൽ സ്വാധീനം ജനങ്ങളിൽ ചെലുത്തുന്ന ഒരു ഗ്രഹവും ശനിയാണെന്ന് വേണം പറയാം. അതിൽ തന്നെ നമ്മുടെ മനോദുഃഖം, ശനിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശനി നമ്മുടെ ജാതകത്തിൽ ഏത് ഗ്രഹനിലയിൽ എവിടെയാണോ നിൽക്കുന്നത് ആ ഭാവത്തിനെയാണ് ശനി സ്വാധീനിക്കുന്നത്. അപ്പോൾ ശനി നല്ല സ്ഥാനങ്ങളിൽ നിന്നാൽ, ബലവാനായിട്ട് നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് നമുക്ക് വളരെ നല്ല ഫലങ്ങളാണ് സിദ്ധിക്കുക. എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചാണ് വെച്ചേക്കുന്നത് ശനി പ്രശ്നമാണ്, ശനി പ്രശ്നം. സത്യത്തിൽ ശനി പ്രശ്നമാണോ? നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യം അതാണ്. സത്യത്തിൽ ശനി അത്ര വലിയ പ്രശ്നമായൊരു ഗ്രഹമായിട്ടല്ല നമ്മൾ പഠിച്ചതും അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞു വച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമാണ്. ശനി പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ, ശനിയുടെ നിൽക്കുന്ന സ്ഥാനം, ശനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചപ്പോഴുള്ള ശനി ഗ്രഹം നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ നിൽക്കുന്ന രാശിയുടെ അവസ്ഥയൊക്കെ വെച്ചിട്ടാണ് ശനി നമ്മളെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിൽ തന്നെ ശനിഗ്രഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ശനി നമ്മളെ സാമ്പത്തികമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ്. മാനസികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നല്ലതും വരുത്താൻ സാധ്യതയുള്ള ഒരു ഗ്രഹമാണ്. അതുപോലെ തന്നെ സ്വന്തം പിതാവായ ശിവനെ പോലും ബാധിച്ചൊരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഓവിനകത്ത് തവളയായിട്ടിരിക്കുകയും പൂജാരി ഓവ് ക്ലീൻ ചെയ്യാനായിട്ട് കുത്തുകയും ചെയ്തു. അപ്പോൾ കുത്തു വാങ്ങിച്ചത് ആ ശനിയുടെ സമയത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ഗ്രഹമാണ്. അപ്പോൾ ഈ പവർഫുള്ളായിട്ടുള്ള ഗ്രഹത്തിനെ നമുക്ക് എങ്ങനെ അനുകൂലമാക്കിയെടുക്കാം അത് ഞാൻ പറഞ്ഞു തരാൻ വഴിയെ. അതിനു മുമ്പ് എന്താണ് ശനിയെന്നും ശനിയുടെ എഫക്റ്റ് എന്താണെന്നും ഞാൻ ജസ്റ്റ് ഒന്ന് വിവരിക്കാം. ശനിയുടെ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ ശനിദശ അല്ലെങ്കിൽ ശനിയുടെ സ്വാധീനമുള്ള വ്യക്തികളെ സംബന്ധിച്ചോളം അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു മന്ദത അനുഭവപ്പെടുക, വീട്ടിലാണെങ്കിൽ നമുക്കൊരു സമാധാനമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക, സാമ്പത്തികമായിട്ട് ബാധ്യതകൾ വരിക, അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ശനിയും ഗുളികനുമായിട്ട് ബന്ധപ്പെട്ടാൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത, ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനമൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ വെറുതെ ശനി മാത്രം നിന്നിട്ട് നമുക്ക് ദോഷം വരുമല്ല ചെയ്യുന്നത്. ഇതിൽ തന്നെ ശനി നല്ല ഫലങ്ങൾ കൊടുക്കുന്ന ജാതകങ്ങളും നിലവിലുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം ശനിയെ നമുക്ക് എങ്ങനെ പ്രീതിപ്പെടുത്താം, അല്ലെങ്കിൽ ശനി ദോഷത്തിന് എന്തൊക്കെയാണ് ഒരു പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചർച്ച ചെയ്ത് പോകാം. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ശനിദശ അല്ലെങ്കിൽ ശനിയെ ഏറ്റവും എൻ്റെ അനുഭവത്തിലും ഞാൻ കേട്ട എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളിലും നമുക്ക് പ്രീതിപ്പെടുത്താൻ ഏറ്റവും എളുപ്പമുള്ളൊരു ഗ്രഹവും ശനിയാണ്. ഇതാരും പറഞ്ഞു തരില്ല, എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കും. ശനി എന്ന് പറഞ്ഞാൽ അയ്യോ ശനിദശയാണ്, അയ്യോ ശനിദശ. അങ്ങനെയല്ല, ഏറ്റവും നമുക്ക് പ്രീതിപ്പെടുത്താൻ എളുപ്പമുള്ളൊരു ഗ്രഹം കൂടിയാണ് ശനി. അപ്പോൾ ശനിയെ എങ്ങനെ പ്രീതിപ്പെടുത്താം
അപ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കുമല്ലോ, ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, ദൈവമേ എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ അവസ്ഥ വരുന്നു എന്നുള്ളതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇടയ്ക്ക്. നമ്മൾ തന്നെ അങ്ങനെ ചിന്തിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശനിയുടെ ഒരു സ്വാധീനം വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും പൊതുവിൽ ഒരു മന്ദത അനുഭവപ്പെടും. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം, ശനിയെ പ്രീതിപ്പെടുത്താനുള്ള വഴികൾ. അപ്പം എല്ലാവരും ഇതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ശനിയാഴ്ച ദിവസം, ശനിയുടെ കളർ കറുപ്പാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് കറുപ്പ് വസ്ത്രങ്ങൾ ധരിക്കാം. കറുപ്പ് വസ്ത്രങ്ങൾ ധരിക്കാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശനിയെ കുറച്ച് ശനിദോഷത്തിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതം എടുക്കുക. ഇത് ശനിദോഷം കുറയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് എള്ള്. ശനിയെ സംബന്ധിച്ചിടത്തോളം എള്ളിന് ഭയങ്കര പ്രാധാന്യമാണ്. നിങ്ങൾ എള്ള് തിരി കത്തിക്കുക. അപ്പോൾ ചോദിക്കും, ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ ശനിയാഴ്ച അമ്പലത്തിൽ പോയിട്ട് ഇത് ചെയ്യണം, അല്ലെങ്കിൽ അതിന് പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ളത്. ഇത് അമ്പലത്തിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഒരു ചിര അതിനകത്ത് നിങ്ങൾക്ക് എള്ള് തിരി കത്തിക്കാവുന്നതാണ്. നെയ്യോ അല്ലെങ്കിൽ ശുദ്ധമായ എള്ളെണ്ണയോ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ എള്ള് തിരി കത്തിക്കുന്നത് ശനിദോഷത്തിനെ ഒരു പരിധിയിലപ്പുറം കുറയ്ക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ശാസ്താവ്, ശനിയുടെ ഈശ്വരനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ശാസ്താവിനെയാണ്. ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുന്നതും ശാസ്താവിന് യഥാവിധി വഴിപാടുകൾ കഴിക്കുന്നതും നമുക്ക് അനുകൂല ഫലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ശനിയുടെ ഒരു പ്രത്യേകത, ശനി വസിക്കുന്നത് അഴുക്കിലാണ്. കാക്കയാണ് ശനീശ്വരൻ്റെ വാഹനം, അറിയാമല്ലോ. കാക്കയുടെ ഒരു എന്ന് പറഞ്ഞാൽ അഴുക്ക് ഭക്ഷിക്കുക എന്ന് പറയില്ല, അഴുക്ക് ഇത് ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശനിയാഴ്ച ദിവസം നമ്മുടെ വീട് വൃത്തിയാക്കൽ, പറമ്പ് വൃത്തിയാക്കൽ, അഴുക്കുകൾ വൃത്തിയാക്കുക, ഓട ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശനിദോഷത്തിന് ഒരു പരിധിയിലപ്പുറം നമുക്ക് കൺട്രോൾ ചെയ്യാനും അതിന് പരിഹാരം കാണാനും സാധിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എച്ചിൽ. അതായത് നമ്മൾ ഈ സദ്യക്കൊക്കെ പോകുമ്പം പേപ്പർ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, മേശ ഡെസ്കിൻ്റെ മുകളിൽ നിന്നുള്ള പേപ്പർ മടക്കാനായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളിൽ സഹകരിക്കുന്നത്, അല്ലെങ്കിൽ അഴുക്ക്, അതാണ് എച്ചിൽ കാര്യങ്ങളെല്ലാം എടുക്കാൻ സഹായിക്കുക. മറ്റുള്ളവർ ഭക്ഷണം കഴിച്ച ഇലയൊക്കെ എടുത്ത് മാറ്റാൻ സഹായിക്കുകയും അതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്യാൻ സഹായിക്കുക. ഇതൊക്കെ നമുക്ക് ശനിദോഷത്തിന് കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ്. ഇനിയും ഒരുപാടുണ്ട്. അത് വഴിയെ ഞാൻ മറ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് ഞാൻ തന്നതാണ്. എന്നെ അറിയാവുന്നവരും ശനിയെക്കുറിച്ച് ആവലാതിപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒരു പൊടിക്കൈ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി. എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഗുരുക്കന്മാർക്കും നമ്മുടെ പരദേവതമാർക്കും കുടുംബ ദൈവങ്ങൾക്കും എല്ലാവർക്കും സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.